ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക് ഫോർ യു ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് മെഹബൂബ് ആൻഡ് ഞാൻ ഫ്രം വയനാട്. വെൽ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ കക്കൂസിലോട്ട് നമ്മൾ ബാത്റൂമിലോട്ട് പോകുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഈവൻ മീ, ഞാൻ പോലും ബാത്റൂമിലോട്ട് പോകുമ്പോൾ അഥവാ ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മളിൽ പലരും, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിൽ ഓൾമോസ്റ്റ് ഒരു 70% ആളുകളൊക്കെ ബാത്റൂമിലോട്ട് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകും. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജും മിസ്സാവാൻ പാടില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ എന്ത് മെസ്സേജാണ് ഫ്രണ്ട്സ് നമുക്ക് മിസ്സാവാൻ പോകുന്നത്? അത് ഞാൻ ചിന്തിച്ചത് ഇന്നലെയാണ്. ഓക്കെ, വാട്സപ്പിൽ വരുന്ന മെസ്സേജോ ഫേസ്ബുക്കിൽ വരുന്ന നോട്ടിഫിക്കേഷനോ നമുക്ക് മിസ്സാവാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാത്റൂമിലോട്ട് പോകുമ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത്. അതിന് പുറമെ വേറൊരു കാര്യമുണ്ട്, ചെറിയൊരു സുഖം കൂടിയാണ്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊണ്ട് കാര്യം സാധിക്കാൻ ചിലവർക്കൊക്കെ വളരെ എന്താ പറയുക, മലമൂത്ര വിസർജനമൊക്കെ നടത്താൻ ഈ മൊബൈൽ ഫോൺ ചിലവർക്ക് ഹരായി മാറിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു ഹോബീസിൽ നിങ്ങൾ പെട്ടുപോകരുത്. വളരെ വളരെ ഡേഞ്ചറാണ്. അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസമാണ്. കാരണം ഞാൻ അതിനുശേഷം ഫോൺ ഉപയോഗിക്കുകയില്ല. കാരണം ഫോൺ ഉപയോഗിച്ചാൽ വലിയൊരു ദോഷമാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ ബാത്റൂമിലോട്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോയി നമ്മൾ ബാത്റൂമിലോട്ട് കയറുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും? അതായത് ബാത്റൂമിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുക, കീടാണുക്കളുടെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ ഒരു വലിയൊരു സാമ്രാജ്യം, അധോലോകം തന്നെ വന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ബാത്റൂം, അതായത് ടോയ്ലറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടോയ്ലറ്റിൽ ബാക്ടീരിയകളും അണുക്കളും എല്ലാ അണുക്കളും ഒന്നിച്ച് സ്റ്റോർ ചെയ്ത് എന്താ പറയുക, നമ്മുടെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് പോലെ ബാക്ടീരിയകളുടെ ഒരു സ്റ്റോർ റൂമാണ് ബാത്റൂം. അപ്പോൾ നമ്മൾ ഈ ബാത്റൂമിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഫോണിൽ കുത്തി കളിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ കാര്യം സാധിക്കും. അഥവാ ചുരുക്കി പറഞ്ഞാൽ അപ്പിയിടും. ഈ ഇടുന്ന സമയത്ത് ഈ വരുന്ന ബാക്ടീരിയകളുടെ എണ്ണവും കൂടും. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ബാക്ടീരിയയും അണുക്കളും ആ ഒരു സമയത്ത് പുറപ്പെടുവിക്കുന്ന ഒരു സമയത്ത് ഫുള്ള്, അതായത് മുഴുവനും എന്തായിരിക്കും, ബാക്ടീരിയ ആയിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, മൊബൈൽ ഫോൺ നിലത്ത് വെച്ച് നമ്മൾ കാര്യം ക്ലീനാക്കി ഫ്രഷാക്കി എല്ലാം ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ഉപയോഗിക്കും, മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ച അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ വന്ന് പറ്റിപ്പിടിച്ച അണുക്കൾ മുഴുവനും മൊബൈലിലോട്ട് കൺവേർട്ട് ആവും. അതായത് മൊബൈലിൻ്റെ 4 വശങ്ങളിലും എന്താവും, അണുക്കൾ ചെന്ന് കയറി നിൽക്കും. അപ്പോൾ നിങ്ങൾ വേറൊരു രീതിയിൽ പറയും, അതായത് നിങ്ങൾ വേറൊരു സൊല്യൂഷൻ പറയും, ഞാൻ കഴുകാറുണ്ട്, ഞാൻ ഫ്രഷ് ആക്കാറുണ്ട്, ഞാൻ ബാക്ടീരിയ അല്ലെങ്കിൽ ഡെറ്റോൾ വെച്ച് ഞാൻ കഴുകി ഫുള്ള് വൃത്തിയാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ പറയും, അല്ലെങ്കിൽ എക്സ്ക്യൂസ് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ മൊബൈൽ ഫോൺ കഴുകുവോ? ഇല്ല. മൊബൈൽ ഫോൺ നിങ്ങൾ സോപ്പിട്ട് ഡെറ്റോൾ ഇട്ട് കഴുകുവോ? ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ വലിയ ഒരു ദുരന്തമാണ്. അതായത് മാറാ രോഗങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു കാരണവശാലും ബാത്റൂമിലോട്ട് പോകുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത്. മൊബൈലിൽ ഏതെങ്കിലും വിധത്തിൽ ബാക്ടീരിയ വന്ന് ചേരും. അത് നമ്മുടെ മൊബൈലിൻ്റെ ഫീച്ചറിനെയും ബാധിക്കും, നമ്മളുടെ ബോഡിയെയും ബാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ നമുക്ക് അടുത്ത